വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സർക്കിൾസിനെ കുറിച്ചിട്ടാണ്. സർക്കിൾസിൻ്റെ എല്ലാ കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചെടുക്കാം. ആദ്യം എന്താണ് സർക്കിൾ, വാട്ട് ഐ മീൻ ബൈ സർക്കിൾ. അപ്പോൾ സർക്കിൾ എന്ന് വെച്ചാൽ എ സർക്കിൾ ഈസ് എ ക്ലോസ്ഡ് 2 ഡയമെൻഷണൽ ഫിഗർ. അപ്പോൾ ക്ലോസ്ഡ് ആയിട്ടുള്ള 2 ഡയമെൻഷണൽ ഫിഗർ ആണ് സർക്കിൾ. ഓക്കെ, സർക്കിളിൻ്റെ അകത്തുള്ള കാര്യം. ഇനി സർക്കിളിൻ്റെ അകത്തുള്ള കാര്യം എന്ന് വെച്ചാൽ റേഡിയസ് ഓഫ്, ആദ്യം പഠിക്കാനുള്ളത് റേഡിയസ് ഓഫ് സർക്കിൾ. റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് വെച്ചാൽ എ ലൈൻ സെഗ്മെൻറ്റ് കണക്റ്റിംഗ് ദ സെൻറ്റർ ഓഫ് സർക്കിൾ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ഇറ്റ് സെൽഫ്. അപ്പോൾ ഇവിടെ ഒരു ഡോട്ട് ഇടാം മിഡിലായിട്ടുള്ള ഒരു പോയിന്റിൽ. അപ്പോൾ അതിന് സെൻറ്റർ എന്ന് പറയും, സെൻറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയും. അപ്പോൾ ആ സെൻറ്റർ ഓഫ് എ സർക്കിൾ മുതൽ സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമായിട്ട് സർക്കിളിൻ്റെ ഈ ഒരു എന്താണ് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വരയ്ക്കുന്ന ആ ഒരു ലൈൻ സെഗ്മെൻറ്റിനെയാണ് റേഡിയസ് ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. അത് ക്യാപിറ്റൽ ആറിലും ഡിനോട്ട് ചെയ്യാം, സ്മോൾ ലെറ്റർ ആറിലും ഡിനോട്ട് ചെയ്യും. നെക്സ്റ്റ് ഡയമീറ്റർ ആണ്. ഡയമീറ്റർ എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ 2 എൻഡ് പോയിന്റിലും കണക്ട് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആണ്. എ ലൈൻ സെഗ്മെന്റ് ഹാവിംഗ് ബോത്ത് എൻഡ് പോയിന്റ് ഓൺ എ സർക്കിൾ. ഇറ്റ് ഈസ് എ ട്വൈസ് ഓഫ് ലെങ്ത് ഓഫ് റേഡിയസ്. അപ്പോൾ ഇത് സെൻറ്റർ മുതൽ ഏതെങ്കിലും ഒരു ലൈൻ സർക്കിളിൻ്റെ പോയിന്റ് ആണെങ്കിൽ അത് റേഡിയസ് ആയിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും ഡയമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, റേഡിയസിൻ്റെ ട്വൈസ് ലെങ്ത് ആയിരിക്കും ഡയമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഡയമീറ്റർ എന്ന് ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ഡിയിലാണ്. അപ്പോൾ ഡയമീറ്റർ ഡി ഈക്വൽ ടു 2r എന്ന് പറയാം, 2 ഇൻറ്റു റേഡിയസ്. അപ്പോൾ ഡയമീറ്റർ ദാറ്റ് ഇസ് റേഡിയസ് യൂസ് ആക്കിയിട്ട് ഡയമീറ്ററിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, റേഡിയസ് ഈക്വൽ ടു d/2. അത് റേഡിയസ് വെച്ചിട്ടുള്ള ഡയമീറ്ററിൻ്റെ ഫോർമുലയാണ്. ഇനി സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്, മിഡ് പോയിന്റ് ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ മിഡിലുള്ള പോയിന്റാണ് സെൻറ്റർ. ദെൻ കോഡ് എന്ന് വെച്ചാൽ എ ലൈൻ സെഗ്മെന്റ് ഹൂസ് എൻഡ് പോയിന്റ് ലൈ ഓൺ എ സർക്കിൾ. അപ്പോൾ 2 എൻഡ് പോയിന്റും സർക്കിളിൽ ലൈ ചെയ്യുന്നതാണ് എന്താണ്, ലൈ ചെയ്യുന്ന ആ ഒരു സെഗ്മെന്റിനെയാണ് കോഡ് എന്ന് പറയുന്നത്. അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ആയിരിക്കില്ല. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് എന്താ, ഡയമീറ്റർ ആണ്. അതുപോലെ നെക്സ്റ്റ് സിക്കാൻഡ് എന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ലൈൻ കട്ടിങ് എ സർക്കിൾ അറ്റ് 2 പോയിന്റ്. അപ്പോൾ സർക്കിളിനെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു 2 പോയിന്റിനെയാണ് എന്ത് പറയുന്നത്, സെക്കൻഡ് എന്ന് പറയും. അതുപോലെ എക്സ്റ്റേണൽ കോഡ് എന്ന് കൂടി പറയും. നെക്സ്റ്റ് ടാൻജന്റ് എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ പുറത്തുള്ളത്, സർക്കിളിൻ്റെ ഔട്ട് സൈഡിൽ നിന്ന് സർക്കിളിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ടച്ച് ചെയ്തിട്ട് പാസ് ചെയ്യുന്ന ആ ഒരു ലൈൻ സെഗ്മെന്റിനെയാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആർക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ബേസിക്കലി കണക്റ്റഡ് കേർവ് ഓഫ് എ സർക്കിൾ. സർക്കിളിൻ്റെ കണക്റ്റിംഗ് കേർവിനെയാണ് എന്ത് പറയുന്നത്, ആർക്ക് എന്ന് പറയുന്നത്. ഈ റെഡ് കളർ കണ്ടോ, ഇതുപോലെ ആയിരിക്കും ഒരു ആർക്ക് ഉള്ളത്. നെക്സ്റ്റ് സെക്ടർ എന്ന് വെച്ചാൽ എ റീജിയൻ ബൗണ്ട് ബൈ 2 റേഡിയസ് ആൻഡ് ആർക്ക്. 2 റേഡിയസും ഒരു ആർക്കും, ഒരു റേഡിയസ് 2 റേഡിയസ് അതുപോലെ ആ ഒരു ആർക്കും കണക്ട് ചെയ്യുന്നത്, 2 റേഡിയസും ഒരു ആർക്കും കണക്ട് ചെയ്യുന്ന റീജിയൻ, അതിൻ്റെ അകത്തുള്ള റീജിയനെയാണ് സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് വെച്ചാൽ എ റീജിയൻ ബൗണ്ടഡ് ബൈ കോഡ് ആൻഡ് ആർക്ക് ലൈയിങ് ബിറ്റ്വീൻ ദ കോഡ്സ് എൻഡ് പോയിന്റ്. അപ്പോൾ ഈ കോഡ് എന്ന് വെച്ചാൽ എന്താ, സർക്കിളിൻ്റെ ആ ഒരു ലൈൻ സെഗ്മെന്റ് 2 എൻഡ് പോയിന്റിലുള്ള ആ ഒരു കോഡും അതുപോലെ ഈ ഒരു ആർക്കും കണക്ട് ചെയ്തിട്ടുള്ള എൻക്ലോസ് ചെയ്തിട്ടുള്ള ഈ അകത്തുള്ള റീജിയനെയാണ് സെഗ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏരിയ ആൻഡ് സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ. അപ്പോൾ ഏരിയയും സർക്കംഫറൻസിനെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യം സർക്കംഫറൻസ് എന്താണെന്ന് പഠിക്കാം. സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ ഇസ് ഡിഫൈൻഡ് ആസ് ഡിസ്റ്റൻസ് അറൗണ്ട് ദ സർക്കിൾ. അപ്പോൾ സർക്കിളിൻ്റെ ചുറ്റുമുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് സർക്കംഫറൻസ് എന്ന് പറയും. നോർമലി നമ്മൾ പെരിമീറ്റർ വേർഡായിട്ട് യൂസ് ചെയ്യും. നോർമലി സ്ക്വയറിൽ റെക്റ്റാങ്കിളിലൊക്കെ പെരിമീറ്റർ ആയിട്ട് യൂസ് ചെയ്യും. പക്ഷേ സർക്കിളിൽ പെരിമീറ്റർ എന്ന് പറയില്ല, സർക്കംഫറൻസ് ആയിട്ടാണ് സർക്കംഫറൻസ് എന്നാണ് പറയുന്നത്. സർക്കംഫറൻസിൻ്റെ ഫോർമുല, സർക്കംഫറൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് C ആയിട്ടാണ്. അതുപോലെ സർക്കംഫറൻസിൻ്റെ ഫോർമുല പൈ ഇൻറ്റു ഡി. എന്ന് വെച്ചാൽ എന്താ, ഡയമീറ്റർ. അപ്പോൾ പൈ ഇൻറ്റു ഡി, ഡയമീറ്റർ എന്താ 2r അല്ലേ, ദാറ്റ് ഈസ് 2πr. അതിൽ പൈ എന്ന് വെച്ചാൽ 3.1415 ആണ്. നോർമലി ക്വസ്റ്റ്യനിലൊക്കെ തരും, നോർമലി യൂസ് ചെയ്യാറ് 3.14 ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നാൽ ആ ഒരു വാല്യൂ യൂസ് ചെയ്താൽ മതി. Then area of a circle is amount of space occupied by circle. നേരത്തെ ഡിസ്റ്റൻസ്, സർക്കിളിൻ്റെ ആ ഒരു ഡിസ്റ്റൻസ് ആണ് സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഏരിയ എന്ന് വെച്ചാൽ സർക്കിളിൻ്റെ അകത്തുള്ള ആ ഒരു സ്പേസിനെയാണ് ഏരിയ എന്ന് പറയുന്നത്. ഏരിയാൻ്റെ ഫോർമുല πr² ആയിരിക്കും. ഓക്കെ, πr². ഇനി ഇത്രയാണ് ഒരു സർക്കിൾ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ, നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം.
Question, find the area and circumference of a circle whose radius is 10 cm. അപ്പോൾ ഇവിടെ അതുപോലെ എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? ഏരിയയും ഫൈൻഡ് ചെയ്യണം, സർക്കിളിൻ്റെ സർക്കംഫറൻസും ഫൈൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ തന്ന ഗിവൺ ഡാറ്റ എന്താ? റേഡിയസ് 10 cm. അപ്പോൾ ഗിവൺ ഡാറ്റ ആദ്യം എഴുതണം, റേഡിയസ് ഇസ് 10 cm. അതുപോലെ വാല്യൂ കൂടി തന്നിന്, പൈൻ്റെ വാല്യൂ 3.14 എടുക്കണമെന്ന്. അപ്പോൾ 3.14 എടുത്താൽ മതി. അപ്പോൾ ആദ്യം ഏരിയ ഫൈൻഡ് ചെയ്യാം. ഏരിയൻ്റെ ഫോർമുല എന്താ? പൈ ആർ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ. ദെൻ പൈ എത്രയാണ്? 3.14 ഇൻറ്റു ആർ എത്രയാ? 10 cm. 10 സ്ക്വയർ വരുമ്പോൾ 10 ഇൻറ്റു 10 ആണ്. അത് ചെയ്യുമ്പോൾ എത്ര ആൻസർ കിട്ടും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 314 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടും. ഇതെന്തുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ വന്നെന്നറിയോ? കാരണം ഇവിടെ നമ്മൾ റേഡിയസ് 10 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ 10 സ്ക്വയർ ആണ് എടുക്കുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ, അപ്പോൾ അവിടെ യൂണിറ്റും എന്ത് ചെയ്യണം? സ്ക്വയർ എടുക്കണം. 10 സ്ക്വയർ ആകുമ്പോൾ സെൻറ്റിമീറ്റർ ഇൻറ്റു സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ അതാ ഈക്വൽ ടു 2 പൈ ആർ അല്ലേ? 2 ഇൻറ്റു പൈ എത്രയാണ്? 3.14 ഇൻറ്റു ആർ എത്രയാ? 10. ദാറ്റ് ഈസ് സർക്കംഫറൻസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 ഇൻറ്റു 2 20, 20 ഇൻറ്റു 3.14 ഈക്വൽ ടു 62.8 സെൻറ്റിമീറ്റർ. ഓക്കെ, താങ്ക് യു ഗൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? അങ്ങനെ എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് ചെയ്യാം? ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.